ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ എങ്ങനെ ഒരു ഡോക്ടർ ആവാം. പലരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് അംബിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം എനിക്ക് ഡോക്ടർ ആവണം. അപ്പൊ ഏത് ഡോക്ടറാണ്? കാർഡിയോളജിസ്റ്റ് ആവണം, ന്യൂറോളജിസ്റ്റ് ആവണം. ബട്ട് അവർക്ക് അറിയണ്ടാവില്ല എങ്ങനെയാണ് ഒരു കാർഡിയോളജിസ്റ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റ് ഒക്കെ ആവണമെങ്കിൽ എങ്ങനെ ഒരു കറക്റ്റ് റൂട്ട് മാപ്പ് എങ്ങനെയെന്നുള്ളത് അവർക്ക് അറിയണ്ടാവില്ല. അതിന്റെ കൂടെ തന്നെ ഞാൻ എന്താ പറയുക വെച്ചാൽ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരെ ഏൺ ചെയ്യാം. അതായത് ഓരോ ലെവൽ കഴിയുമ്പോൾ MBBS കഴിയുമ്പോൾ, അത് കഴിഞ്ഞിട്ട് PG കഴിഞ്ഞിട്ട് MD കഴിയുമ്പോൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് എത്ര വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഡോക്ടർ എന്നുള്ള ഒരു ജോലിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ നീറ്റ് 2021 ആണ് ക്രാക്ക് ചെയ്തത്. അതിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 701 ഔട്ട് ഓഫ് 720 എന്നു, വിത്ത് ഓൾ ഇന്ത്യ റാങ്ക് ഓഫ് 111 കേരള റാങ്ക് 8. ഇപ്പൊ ഞാൻ കറന്റ് എയിംസ് ഡൽഹി MBBS ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അതിന് ഇന്ന് ലാഗൊന്നും അടുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ നിങ്ങളെ ക്ലാസ് 10th SSLC മുതൽ നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിയണ വരെയുള്ള ഒരു ടോട്ടൽ ജേർണിനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും SSLC തന്നെയാണ്. പലരും SSLCനെ പുച്ഛിക്കലൊക്കെ ഉണ്ട്. SSLC ഒന്നുമല്ല ടേണിംഗ് പോയിന്റ്, +1 +2 ആണ്. ടേണിംഗ് പോയിന്റ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് എന്താ പറയുക, +1 +2 ബയോളജി സയൻസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു മാർക്ക് കിട്ടിയാൽ മതി. അപ്പൊ എന്താ വെച്ചാൽ 8A+, 9A+, 10A+, അങ്ങനത്തെ ഒരു മാർക്ക് SSLC സ്കോർ ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, +1 +2 ബയോളജി സയൻസ് എടുക്കുക. അങ്ങനെ എന്താവും, ഇപ്പൊ CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നിങ്ങൾ +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഒരു ജനറലി ഒരു 2 to 3 months ഗ്യാപ്പ് ഉണ്ടാവും. ചിലപ്പോൾ 1 month ആവുക, ചിലപ്പോൾ 2 month ആവുക, അതൊക്കെ മാറും. അപ്പൊ ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു എക്സാം വരും. അതിനാണ് നീറ്റ് എക്സാം വരുന്നത്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, NEET. അപ്പൊ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങളെ റാങ്ക് എത്ര അടിപൊളിയായിട്ട് വരുന്നോ അതിനനുസരിച്ചാവും നിങ്ങൾക്ക് കോളേജ് കിട്ടുക. നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും എന്താ, അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടിയിട്ട് നല്ല റാങ്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എന്താണ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും. പിന്നെ ഈ നീറ്റ് എന്ന് പറഞ്ഞാൽ MBBS മാത്രമല്ല കേട്ടോ. MBBS, BDS, സിദ്ധ, യുനാനി, പിന്നെ അഗ്രികൾച്ചർ, അങ്ങനത്തെ എല്ലാ മെഡിക്കൽ ഫീൽഡിനും പ്ലസ് പിന്നെ BSc അഗ്രികൾച്ചർ അങ്ങനത്തെ ഒരു കോഴ്സിനും കൂടി ഉള്ളതാണ് നീറ്റ്. അല്ലാതെ വെറും MBBS ഉള്ളത് മാത്രമല്ല. ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ഇയർ കൂടുന്തോറും ഈ കോമ്പറ്റീഷൻ കൂടി 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 വരികയാണ്. ഇപ്പൊ ഞങ്ങളുടെ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് നീറ്റ് 2021, അതായത് ഒരു 4 കൊല്ലം മുന്നേ നീറ്റ് എഴുതിയ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 16-17 ലക്ഷമായിരുന്നു. അതിപ്പോ നീറ്റ് 2025 എത്തിയപ്പോൾ 23-24 ലക്ഷം കുട്ടികളായി. ഇനി നീറ്റ് സർവേ പറയുന്നത് നീറ്റ് 2026 ആകുമ്പോൾ അത് 25-26 ലക്ഷം കുട്ടികളാവും. അപ്പൊ കോമ്പറ്റീഷൻ അത്ര കൂടി 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 വരുന്ന ഒരു എക്സാം ആണ്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എഫേർട്ട് ഇട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നീറ്റ് എക്സാമിന് എപ്പോൾ പഠിച്ചു തുടങ്ങണം? നമ്മളെ കേരളത്തിലെ ഒരു ട്രെൻഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നത്, നമ്മളൊരു ക്ലാസ് 12 കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ക്ലാസ് 12 കഴിഞ്ഞിട്ട് ഇനിയാണ് എനിക്ക് അതിന് പോകണം ഇതിന് പോകണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് അങ്ങനെയൊക്കെയാണ് എന്റെ നീറ്റ് എക്സാമിന് ക്രാക്ക് ചെയ്തത്. ബട്ട് എന്റെ ബാച്ചിൽ നോക്കി കഴിഞ്ഞാണ്ടല്ലോ, ഈ തെലുങ്കന്മാരുണ്ടാവില്ല, തെലുങ്കന്മാര്, രാജസ്ഥാനികള്, പിന്നെ അതേപോലെ തന്നെ ഈ പഞ്ചാബികള്, ഇവരൊക്കെ എന്താ വെച്ചാല് എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ക്രാക്ക് ചെയ്ത് വരാം. അവർക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഓപ്ഷനെ വില മൈൻഡിൽ ഇല്ലാത്ത പോലെയാണ്. അതായത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇവരുടെ കോളേജ് വരുമ്പോൾ നമ്മളേറെ 1-2 വയസ്സൊക്കെ താഴെ ആവും. പിന്നെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ വളരെ ലേറ്റ് ആയി തുടങ്ങും. നമുക്കൊരു ക്ലാസ് 11th 12th ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ കുറച്ച് റിപ്പീറ്റ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഈവൻ സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് മെല്ലെ 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 നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് എത്തിയാൽ മതി. പക്ഷെ അവരെ മൈൻഡിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അവർക്ക് +1 +2 പഠിക്കുന്നു, ബോർഡ് എക്സാം നല്ല മാർക്കുന്നു, നീറ്റ് ക്രാക്ക് ചെയ്യുന്നു, കോളേജിൽ എത്തുന്നു, ഇത്ര ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് കൊണ്ട് തന്നെ എന്താണ്, മലയാളീസ് വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ എന്റെ ബാച്ചിൽ, എന്റെ സീനിയർ ബാച്ചിൽ ഒക്കെ ആണെങ്കിൽ 13 മലയാളികളാണ്. എന്റെ ബാച്ചിൽ അത് 12 മലയാളീസായി. എന്റെ നേരെ ജൂനിയർ ബാച്ചിൽ 7 മലയാളികളാണ്. അതിന്റെ ജൂനിയർ ബാച്ചിൽ 5 മലയാളികളാണ്. എന്റെ ജൂനിയർ ബാച്ചിൽ 6 മലയാളികളാണ്. അപ്പൊ എന്റെ ജൂനിയേഴ്സ് 3 ബാച്ചിന്റെ ആവറേജ് എടുത്ത് നോക്കിയാൽ ഒരു 6 മലയാളീസെ എത്ര സ്റ്റുഡൻസിൽ 130 സ്റ്റുഡൻസിൽ എത്തണുള്ളൂ. തെലുങ്കന്മാര്, രാജസ്ഥാനികൾ, ഇവരൊക്കെ കൂടി 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 വരികയാണ്. അപ്പൊ ഇതിനൊക്കെ എന്തായിരിക്കും ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നുമില്ല. നിങ്ങൾ ഈ ഹൈസ്കൂൾ പഠിക്കുന്ന ടൈമൊക്കെ ഉണ്ടല്ലോ, അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ അങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അന്ന് തന്നെ എന്ത് ചെയ്യുക, കുറച്ച് ബേസിക്സ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി വരിക. അതായത് വെറും എക്സാമിന് വേണ്ടി പഠിക്കല്ല. അതായത് എക്സാമിന്റെ തലേന്ന് കുറച്ച് പഠിച്ചിട്ടോ, അല്ലെങ്കിൽ എക്സാമിന് ഒരു 1 വീക്ക് മുന്നേ മാത്രം. കുറെ ട്രെൻഡ് ഉണ്ടല്ലോ യൂട്യൂബിൽ, ഓരോ ലൈവ് കണ്ടിട്ടും പെട്ടെന്ന് ഈ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടിട്ട് പോവാതെ ആ സബ്ജക്ട്സിനെ വൃത്തിക്ക് കൺസെപ്റ്റോടെ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ 4 സബ്ജക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ആ ബേസിക്സ് മനസ്സിലാക്കി ഒന്ന് പഠിക്കുക. ഇപ്പോൾ ഹൈസ്കൂൾ മുതൽ തന്നെ. അത് വിചാരിച്ച് ഞാൻ നിങ്ങൾ ഹൈസ്കൂൾ ടൈമിൽ ഇങ്ങനെ ഒരു പഠിപ്പായിട്ട് വേറെ ഒന്നും ചെയ്തതെന്നല്ല കേട്ടോ. ഹൈസ്കൂൾ ടൈം പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ബട്ട് ഈ എൻജോയ്മെന്റിന്റെ കൂടെ തന്നെ സൈഡായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വൃത്തിക്ക് അറ്റ്ലീസ്റ്റ് ആ സയൻസ് ആൻഡ് മാത്സ് സബ്ജക്റ്റ് ഒക്കെ
നല്ല വൃത്തിക്ക് പഠിച്ച് വന്നാൽ നിങ്ങൾ +1 +2 എത്തിക്കഴിഞ്ഞാൽ വളരെ ഈസി ആവും നിങ്ങളുടെ ലൈഫ്. പിന്നെ ഈ എൻട്രൻസ് എക്സാം ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പുട്ടുപോലെ നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച്, അതായത് നിങ്ങളെ ബേസ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്ലസ് അതേപോലെ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച ടിപ്സും ട്രിക്സും ഒക്കെ പറയാനായിട്ട് ഞാനും X&Y ലേണിംഗിന്റെ CEO ആയിട്ടുള്ള അജ്മൽ സാറും കൂടെ ഒരു ഫ്രീ ആയിട്ടുള്ള വെബിനാർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 6th സ്റ്റാൻഡേർഡ് മുതലുള്ള സ്റ്റുഡൻസിന്റെ പാരന്റ്സ്, അതായത് 6th 7th 8th 9th 10th ക്ലാസ് 11th 12th ഇവരെ പാരന്റ്സും അതിന്റെ കൂടെ തന്നെ സ്റ്റുഡൻസും കൂടി ഇതിൽ അറ്റൻഡ് ചെയ്യും. നല്ലൊരു അടിപൊളി വെബിനാർ ആവും. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെ നിങ്ങൾ ഈ ബേസിക്സ് സ്ട്രോങ് ആക്കി ആദ്യം മുതലേ പഠിച്ച് വരണം. പ്ലസ് അത് നിങ്ങൾ ഈ നീറ്റിന്റെ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പിന്നെ ഒരു മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വൃത്തിക്ക് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ വെബിനാർ ആണ്. ഞാനുണ്ടാവും, അജ്മൽ സാർ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വെബിനാർ നല്ല അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്തു? നീറ്റ് ക്രാക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് MBBS ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റിലും, ഞാൻ പറഞ്ഞ റാങ്കിന്റെ ബേസിസിൽ നിങ്ങൾക്ക് പ്രൈവറ്റിലും കയറാം ആൻഡ് ഗവൺമെന്റിലും കയറാം. പ്രൈവറ്റ് കയറി കഴിഞ്ഞാൽ എന്താ ഭയങ്കര ഫീസ് ആട്ടോ. ഈവൻ 4 കൊല്ലത്തിന് 1 CR വരെ പോകും. അതായത് പെർ ഇയർ നിങ്ങൾ 25 lakh 30 lakh ഒക്കെ കൊടുക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ബട്ട് അതേപോലെ തന്നെ ഗവൺമെന്റ് ഉണ്ട്. ഇപ്പൊ നാട്ടിലത്തെ ഗവൺമെന്റ് കോളേജൊക്കെ നോക്കുകയാണെങ്കിൽ പെർ ഇയർ ഒരു 10,000 20,000 ആ റേഞ്ച്, ചിലപ്പോൾ 10,000 20,000 30,000 പെർ ഇയർ വരുള്ളൂ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ എയിംസ്ക്ക് വരികയാണെങ്കിൽ പെർ ഇയർ നിങ്ങൾക്ക് വെറും 1000 രൂപ, 1000 1000, അതായത് 5.5 കൊല്ലത്തിന് നിങ്ങൾക്ക് ഫീ വരിക 5,500 രൂപയാണ് വേറെ ഞാൻ പഠിക്കണ എയിംസിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു നീറ്റ് പ്രെപ്പ് ടൈമിൽ ഇടുന്ന എഫേർട്ടിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഇതേപോലത്തെ ഏതെങ്കിലും നല്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകണോ അതോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്തു, അഡ്മിഷനൊക്കെ എടുത്ത് കോളേജിൽ MBBS ചേർന്നു. ഇനി MBBS എന്ന് പറഞ്ഞാൽ 5.5 കൊല്ലമാണ്. 5.5 കൊല്ലത്തിൽ 4.5 കൊല്ലം സ്റ്റഡീസും പഠിത്തം പ്ലസ് പിന്നെ ലാസ്റ്റ് ഒരു 1 ഇയർ ഇന്റേൺഷിപ്പ്. ആ ഇന്റേൺഷിപ്പിലാവും നമുക്ക് എന്താവുക, പേയ്മെന്റ് കിട്ടി തുടങ്ങുക, സ്റ്റൈപ്പൻഡ് എന്ന് പറയും. അപ്പോൾ ഈ പേയ്മെന്റ് നല്ലോണം മാറും കേട്ടോ. ഇപ്പോൾ ചില കോളേജസ് 20,000 ആവും, ചിലതിൽ 18,000 എന്താണ് തുടങ്ങുന്നത് പെർ മന്ത്. പിന്നെ അത് പറഞ്ഞാൽ ഒരു 32,000 ഒക്കെ വരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എയിംസിൽ എന്ന് പറഞ്ഞാൽ 30,000 ആണ് പെർ മന്ത്. ഇവിടെ എയിംസിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ പറയുക, ഇന്റേൺഷിപ്പ് ടൈമിൽ നമുക്ക് പണി കുറവും. നാട്ടിലത്തെ കോളേജസിനൊക്കെ വെച്ചപ്പോൾ എത്രയോ പണി കുറവാണ്, പക്ഷെ പൈസ കൂടുതലാണ്. അതായത് നമ്മുടെ ഇവിടെ പ്രൊഫസേഴ്സിനൊക്കെ അറിയുന്നത് നമുക്ക് ഈ ടൈമിൽ PGക്ക് പഠിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആവും പ്രൊഫസേഴ്സിന്. അപ്പോൾ അവര് ബേസിക് ആയിട്ട് നമുക്ക് എടുക്കേണ്ട പണികളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് സപ്പോർട്ടീവായിട്ട് നമ്മളോട് പഠിക്കാൻ പറയും. അപ്പോൾ അത് പറഞ്ഞാൽ എയിംസിൽ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ സ്റ്റഡീസിൽ ഞാൻ സബ്ജക്ട്സിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഈ 4.5 കൊല്ലമാവുമല്ലോ, 4.5 കൊല്ലം എന്ന് പറഞ്ഞാൽ 9 സെമസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അതിലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോളേജിലും നാട്ടിലത്തെ കോളേജിലും സബ്ജക്ട്സിന് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം നാട്ടിലത്തെ കോളേജ് പറഞ്ഞുതരാം. അവിടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടാവും, സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും, തേർഡ് ഇയർ കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും, ഫോർത്ത് ഇയർ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും 4.5 കൊല്ലമല്ലേ? ഈ 4.5 കൊല്ലത്തിൽ ഫൈനൽ ഇയർ ആവും 1.5 കൊല്ലം. ഞാൻ പറഞ്ഞത് നാട്ടിലത്തെ കോളേജസിൽ കേട്ടോ. ഇനി എയിംസ് ജിപ്മർ ഒക്കെ കോളേജസിൽ എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടാവും, സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടാവും, എന്നിട്ട് ഒരു ഫൈനൽ എക്സാം. ആകെ 3 എക്സാമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസിൽ സെക്കൻഡ് ഇയർ ഉണ്ടല്ലോ, സെക്കൻഡ് ഇയർ ആവും 1.5 കൊല്ലം ഉണ്ടാവുക. ബാക്കിയുള്ള ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 1 കൊല്ലം, സെക്കൻഡ് ഇയർ പറഞ്ഞാൽ 1.5 കൊല്ലം, പിന്നെ തേർഡ് ഇയർ ഫോർത്ത് ഇയർ അങ്ങനെ 2 കൊല്ലവും ഉണ്ടാവുക. ഇനി ഓരോ ഇയറും പഠിക്കേണ്ട സബ്ജക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നാട്ടിലത്തെ കോളേജിലാണെങ്കിൽ എന്താ വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. സെക്കൻഡ് ഇയറിൽ എന്ത് വരും വെച്ചാൽ പാത്തോളജി, മൈക്രോബയോളജി ആൻഡ് ഫാർമക്കോളജി. തേർഡ് ഇയറിൽ ഏതൊക്കെ വരും വെച്ചാൽ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക് മെഡിസിൻ, ENT, ഒഫ്താലോ. ആൻഡ് ഫൈനൽ ഇയർ സബ്ജക്ട്സിൽ എന്ത് വെച്ചാൽ മെഡിസിൻ, സർജറി, ഓബ്സ്ഗൈനി ആൻഡ് പീഡിയാട്രിക്സ് വരും. ഇനി ഇവിടുത്തെ കോളേജിന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി സെയിം ആസ് നാട്ടിലത്തെ കോളേജസ്. പിന്നെ സെക്കൻഡ് ഇയറിൽ പാത്തോളജി, പിന്നെ മൈക്രോബയോളജി, ഫാർമക്കോളജി ആൻഡ് ഫോറൻസിക് മെഡിസിൻ. മറ്റടുത്ത് അത് ഫോറൻസിക് മെഡിസിൻ തേർഡ് ഇയറിലായിരുന്നു. പിന്നെ തേർഡ് ഇയറും ഫോർത്ത് ഇയറും കൂടി കമ്പൈൻഡ് ആണ്. എന്നിട്ട് ലാസ്റ്റ് ഈ തേർഡ് ഇയർ ഫോർത്ത് ഇയർ സബ്ജക്ട്സിന്റെ എക്സാം ലാസ്റ്റ് ഫൈനൽ പ്രൊഫ് പറയാം. നമ്മൾ പ്രൊഫ് എന്നാട്ടാ പറയാം. നാട്ടിൽ യൂണിവേഴ്സിറ്റി എക്സാം പറയാം, നമ്മൾ പ്രൊഫ് എന്ന് പറയാം. ഫസ്റ്റ് പ്രൊഫ്, സെക്കൻഡ് പ്രൊഫ്, ഫൈനൽ പ്രൊഫ്. നാട്ടിലത്തിലാണെങ്കിൽ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി, സെക്കൻഡ് യൂണിവേഴ്സിറ്റി, തേർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഫോർത്ത് യൂണിവേഴ്സിറ്റി. അങ്ങനെ 4 എക്സാമും ഇവിടെ 3 എക്സാമാണ് ഉണ്ടാവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ MBBS ആദ്യത്തെ 4.5 കൊല്ലം നമുക്ക് ഏർണിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ലാസ്റ്റ് ഇന്റേൺഷിപ്പ് 1 ഇയർ ഉണ്ടല്ലോ, അത് മുതലാണ് ഏർണിങ്സ് തുടങ്ങുന്നത്. അങ്ങനെ നിങ്ങളെ MBBS കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ഒരു UG ഡിഗ്രി നിങ്ങളത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആണെങ്കിൽ അങ്ങനെ തന്നെ വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യണവരുണ്ട് കേട്ടോ. അതായത് ഹോസ്പിറ്റൽസിൽ, അല്ലെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ഹെൽത്ത് സെന്റേഴ്സിൽ, അല്ലെങ്കിൽ ഇനി നമുക്ക് ഹോസ്പിറ്റൽസിൽ എന്താ മെഡിക്കൽ ഓഫീസറായിട്ട് ഇരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ആ സമയത്ത് തന്നെ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു MBBS കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ കൂളായിട്ട് 1.5 ലക്ഷം ഉണ്ടാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്, ആ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞതാണ്.
ഇപ്പൊ അതാ കൂളായിട്ട് 1.5 ലക്ഷം ഇപ്പൊ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ ഇരുന്നിട്ടോ ഒക്കെ ഇപ്പൊ ഏതൊക്കെ ക്ലിനിക്കിലൊക്കെ ഇരുന്നിട്ട് മാസം കൂളായിട്ട് 1.5 ലക്ഷം ഉണ്ടാക്കുന്നുണ്ട്. ഇനി വെറും MBBS വെച്ചിട്ട് പെർ മന്ത് 2 to 3 lakh ഉണ്ടാക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ സ്കിൽസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞ ശേഷം PG എടുക്കാം നിങ്ങൾക്ക്. ഇപ്പൊ UG കഴിഞ്ഞിട്ട് എന്താ PG എടുക്കാം. ഇനി വേണമെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ട് പിന്നെ PG എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ആ MBBS കഴിഞ്ഞ ഉടനെ തന്നെ PG കയറാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഒരു അടുത്ത കളി വരുന്നത്, അതായത് നീറ്റ് PG. നീറ്റ് UG എക്സാം പോലെ തന്നെ നീറ്റ് PG എക്സാം വരും. അല്ലെങ്കിൽ എയിംസ് ജിപ്മർ ഒക്കെ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് കയറണമെങ്കിൽ INI-CET എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നീറ്റ് UG-ലേറെ കുറച്ചും കൂടി സിലബസ് കൂടുതലും, കുറച്ചും കൂടി അല്ല കേട്ടോ, നല്ലോണം സിലബസും കൂടുതലും കുറച്ച് ടഫ്നെസ് ഒക്കെ കൂടുതൽ. കാരണം എന്താ വെച്ചാൽ 19 സബ്ജക്ട്സ് ആണ്. MBBS-ലെ 19 സബ്ജക്ട്സ് ആണ്. നീറ്റ് UG പറഞ്ഞാൽ +1 +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ 19 സബ്ജക്ട്സ് ആണ് വരുന്നത്. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. സോ എല്ലാവരും ആ ഒരു ലെവൽ ഓഫ് എഫേർട്ട് ഇടണം. അങ്ങനെ ഈ നീറ്റ് PG ക്രാക്ക് ചെയ്തിട്ട് PG ഡിഗ്രിയാണ് നമ്മൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക MD MS. ഇപ്പൊ നിങ്ങളെന്താ ഡോക്ടേഴ്സിന്റെ ഡോക്ടർ ഈ ആള് ബ്രാക്കറ്റിൽ ഉണ്ടാവില്ല MBBS അല്ലെങ്കിൽ MD അല്ലെങ്കിൽ MBBS MD അല്ലെങ്കിൽ MBBS MS എന്നൊക്കെ. ഈ രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ PG ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ നീറ്റ് PG ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്ലിനിക്കൽ സബ്ജക്ട്സിലോട്ട് പോവാം, അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സിലോട്ട് പോവാം. അപ്പൊ ഈ ക്ലിനിക്കൽ സബ്ജക്ട്സിൽ PG എടുക്കുമ്പോൾ നിങ്ങൾക്ക് MD ലെവൽ പോവാം, MS പോവാം. അപ്പൊ MD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് പോവാ. അതായത് എന്താ വെച്ചാൽ ഈ ജനറൽ മെഡിസിന്, പീഡിയാട്രിക്സ്, ഡെർമറ്റോളജി, റേഡിയോളജി അങ്ങനത്തെ മെഡിസിൻ റിലേറ്റഡ് സബ്ജക്ട്സ് ഒക്കെ പോവാ. MS എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താവും ഈ സർജിക്കൽ ഫീൽഡ് ആവും, അതായത് ജനറൽ സർജറി അങ്ങനത്തെ സർജിക്കൽ ഫീൽഡ് ആവും നിങ്ങൾ MS എടുത്തു കഴിഞ്ഞാൽ പോവാം. ഇനിയിപ്പോ നോൺ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സബ്ജക്ട്സ് ഉണ്ടല്ലോ, അതിൽ PG എടുക്കുന്നവർ, അതായത് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, ഇതിലൊക്കെ നോൺ ക്ലിനിക്കൽ ആയിട്ട് നിങ്ങൾക്ക് PG എടുക്കാം. ഇവരെന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ വർക്ക് ചെയ്യാനല്ല ഇരിക്കുക. ഇപ്പൊ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ലിനിക്കിൽ ഒരു ഫിസിഷ്യനായിട്ട് ഇരിക്കുന്ന രീതിയിലാവും പോവുക. മറ്റവർ പറഞ്ഞാൽ ഒരു അക്കാഡമിക് റിലേറ്റഡ്, അതായത് ടീച്ചിങ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് പോവാം. അതായത് ഒരു പ്രൊഫസറുടെ രീതിയിലാവും പോവുക. വിചാരിച്ച് ക്ലിനിക്കൽ സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫസർ ആവാൻ പറ്റൂല എന്നല്ല കേട്ടോ. ബട്ട് നോൺ ക്ലിനിക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പാത്ത് കൂടി തന്നെ കാര്യം പോവാം. അല്ലെങ്കിൽ പിന്നെ ഒരു റിസർച്ച് എന്നുള്ള ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോവാം. അപ്പൊ ഈ ക്ലിനിക്കൽ ആയാലും നോൺ ക്ലിനിക്കൽ ആയാലും നിങ്ങൾ PG എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുക JR, അതായത് ജൂനിയർ റെസിഡന്റ് എന്നാവും. അപ്പോൾ 3 ഇയേഴ്സിന്റെ ഒരു കോഴ്സാണ്. അപ്പോൾ JR1, JR2, JR3, അതായത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അങ്ങനെ ടോട്ടൽ ഒരു 3 ഇയേഴ്സിന്റെ കോഴ്സാണ് ഈ JR-ഷിപ്പ്. ഈ JR-ഷിപ്പ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താണ് പേയ്മെന്റ് കിട്ടി തുടങ്ങും. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ MBBS-ന്റെ ആദ്യത്തെ 4.5 കൊല്ലം നിങ്ങൾക്ക് പൈസ ഉണ്ടാകാതിരിക്കുള്ളൂ. ഇന്റേൺഷിപ്പ് മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് പൈസ കൊടുക്കും. നിങ്ങളിപ്പോൾ ഒരു JR ആയി കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിലത്തെ എല്ലാ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 50-55,000 തുടങ്ങിയിട്ട് ഒരു 1 lakh പെർ മന്ത് കിട്ടുന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് എത്താം. ഇപ്പൊ നാട്ടിലത്തെ കോളേജിൽ ഏകദേശം 60-65,000 ഒക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ എയിംസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 lakh ആവും പെർ മന്ത് കിട്ടുക. ഇത് റൂമിന്റെ ചാർജസ് ഇൻക്ലൂഡ് ചെയ്യാതെ കേട്ടോ. ഇതിന്റെ പുറമെ നമുക്ക് റൂം അവർ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങളിപ്പോൾ ഇവിടെ എയിംസിൽ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ JR-ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് 1 lakh പെർ മന്ത് ഇൻറ്റു 36 months, അതായത് ടോട്ടൽ 3 ഇയർ എന്ന് പറഞ്ഞാൽ 36 months അല്ലേ. അപ്പോൾ ഒരു 36 lakh rupees നിങ്ങൾക്ക് JR-ഷിപ്പ് കഴിയുമ്പോൾ, അതായത് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടും ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഡൽഹിയിൽ ഒരു ഫ്രീ സ്റ്റേ, അതായത് ഡൽഹിയിൽ ഇവിടെ പുറത്ത് നിൽക്കുകയാണെങ്കിലൊക്കെ നല്ല പൈസ കൊടുക്കാം. നമുക്കറിയാലോ ഡൽഹി പിന്നെ എയിംസിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു റിച്ച് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പുറത്തൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് നിൽക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അതും നമുക്ക് എന്ത് ചെയ്യും, ഈ 1 lakhന്റെ പുറത്ത് നമുക്ക് ഇവർ ഫ്രീ ആയിട്ട് തരും. അങ്ങനെ നിങ്ങൾ ഈ MD കഴിഞ്ഞ് ഇറങ്ങിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 2 to 3 ലക്ഷം പെർ മന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ MBBS കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് 1.5 ലക്ഷം എന്നാണ് വെറും MBBS കഴിഞ്ഞാൽ. MBBS MD കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 to 3 lakhs ഏറ്റവും കുറഞ്ഞത് ഉണ്ടാക്കാം. പിന്നെ അത് 4, 5, 6 അങ്ങനെ പോട്ടോ, വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. നിങ്ങളുടെ സ്കില്ലൊക്കെ അനുസരിച്ച് അതിങ്ങനെ എത്ര വേണമെങ്കിലും മേലോട്ട് പോവാം. അങ്ങനെ എന്തായി 5.5 കൊല്ലം MBBS കഴിഞ്ഞു, 3 കൊല്ലം നിങ്ങൾ MD അല്ലെങ്കിൽ MS അല്ലെങ്കിൽ PG കഴിഞ്ഞു. ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. ഇതൊക്കെ ഓപ്ഷനൽ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല MBBS ആയിട്ട് നിർത്താം, MD ആയിട്ട് നിർത്താം. നിങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങളെ നോളേജും അല്ലെങ്കിൽ നിങ്ങളെ ബ്രാൻഡ് ആ സ്കില്ലൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ച് പോകാനാണ്. അപ്പൊ ഇവിടെ ഇനി വരുന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. അതായത് നമ്മൾ അത് നീറ്റ് UG എഴുതി, പിന്നെ നീറ്റ് PG എഴുതി, ഇനി വരുന്നത് നീറ്റ് SS, അതായത് നീറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി എക്സാമിനേഷൻ. ഇതും ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആട്ടോ. അപ്പൊ ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മൂന്നാമത്തത് കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഒരു ഡോക്ടർ അറിയില്ല MBBS MD DM അല്ലെങ്കിൽ MBBS MS MCH എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ മൂന്നാമത്തതാണ് നമുക്ക് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ത്രൂ കിട്ടുക. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അതായത് കാർഡിയോളജിസ്റ്റ്,
ന്യൂറോളജിസ്റ്റ്, ഗാസ്ട്രോഎൻറ്ററോളജിസ്റ്റ്, അങ്ങനത്തെ ഓരോന്ന്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സർജിക്കൽ ഫീൽഡൊക്കെ ആണെങ്കിൽ കാർഡിയോ തൊറാസിക് സർജൻ അല്ലെങ്കിൽ ന്യൂറോ സർജൻ. അപ്പോൾ ഇങ്ങനത്തെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യുക ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ശേഷമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് ആവണമെങ്കിൽ ആദ്യം നിങ്ങൾ 5 കൊല്ലം MBBS പഠിക്കുക, പിന്നെ നിങ്ങൾ 3 കൊല്ലം ജനറൽ മെഡിസിൻ പഠിക്കുക MD, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത ലെവൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുക്കുക. അപ്പൊ ഈ ഒരു ലെവലൊക്കെ കഴിഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റിയും കൂടിയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ലെവല് പിന്നെ വേറെ ലെവൽക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആയിട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ ഏകദേശം 2-3 കൊല്ലമാണ്. അപ്പൊ നമുക്കൊരു 3 കൊല്ലം എടുക്കാം. ചില കോഴ്സസ് 2 കൊല്ലം, ചില കോഴ്സസ് 3 കൊല്ലം. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MBBS നിങ്ങൾക്ക് ഒരു കാർഡിയോളജിസ്റ്റ് ആവണമെങ്കിൽ MBBS ഒരു 5.5 കൊല്ലം, ജനറൽ മെഡിസിന് 3 കൊല്ലം, അപ്പൊ എത്രയായി 8.5 കൊല്ലമായി. പ്ലസ് എന്ത് ചെയ്യാം ഒരു 3 കൊല്ലം നിങ്ങൾ DM കൂടി ചെയ്ത് കഴിഞ്ഞാൽ 11.5 കൊല്ലത്തെ പഠിത്തമാണ് നിങ്ങളൊരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ കാർഡിയോ തൊറാസിക് സർജൻ ഒക്കെ ആവാൻ. ഈ ഒരു ലെവലും കൂടി നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു MBBS കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു 1.5 ലക്ഷം ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം കുറഞ്ഞത് ഈസിലി ഉണ്ടാക്കാറുണ്ട്. MD കഴിഞ്ഞാൽ എന്താണ് ഒരു 2 to 3 ലാക്ക് ഈസിലി ഉണ്ടാക്കുക. അതിന്റെ പിന്നെ എത്ര കൂടുമെന്ന് പറഞ്ഞു. ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ ഒരു 3 to 4 ലാക്ക് പെർ മന്ത് ഈസിലി ഉണ്ടാക്കുക. ഇത് പറഞ്ഞാൽ ഇനി ഇൻഫിനിറ്റ് ആണ്. അതായത് എത്ര ലെവൽ ഓഫ് മണി വേണമെങ്കിലും ഉണ്ടാക്കുക. അതായത് പെർ മന്ത് 1, 2, 3, 4, 5, 10 CR ഒക്കെ ഉണ്ടാക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ഡോക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞാല് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഏത് ലെവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് എത്തിച്ചിരിക്കുന്നു. എൻ്റെ അടുത്ത ഫാമിലിയിൽ ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ട്. ആൾ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നിട്ട് തന്നെ ഒരു 10 to 15 ലാക്ക് പെർ മന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും അല്ലട്ട ലിമിറ്റ്. നിങ്ങൾക്ക് ഇതിലേറെ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഞാൻ ഇന്ത്യത്തെ കാര്യം പറഞ്ഞത്, പലരും ഇവിടുന്ന് എന്തുണ്ട് ഇവിടുന്ന് MBBS ചെയ്തതിനു ശേഷം ഏറ്റവും അടിപൊളി US പോകുന്നുണ്ട്. USMLE എക്സാം. അവിടെ പിന്നെ ഈ NEET PG എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. MBBS നേരെ USMLE എന്നുള്ളത്. അവിടെ പോയിട്ട് നിങ്ങൾ ഇന്റേണൽ മെഡിസിൻ, ഡെർമറ്റോളജി, സർജിക്കൽ ഫീൽഡൊക്കെ എടുത്താൽ US പറഞ്ഞാൽ മൾട്ടി മില്യനേഴ്സാ സർജൻസ് ഒക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ US പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്തത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ UK പ്ലാബ് എക്സാം എഴുതി പോകുന്നവരുണ്ട്, പിന്നെ ഓസ്ട്രേലിയക്ക് AMC എക്സാം എഴുതി പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവിടുന്ന് MBBS MD അല്ലെങ്കിൽ US UK എന്നൊക്കെ ചെയ്ത ശേഷം ദുബായ്, അറേബ്യൻ കൺട്രീസിൽ ഇപ്പൊ ദുബായ്, ഖത്തർ അവിടെയൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സ് നല്ല പൈസയാണ്, നല്ല വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ ഈ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ചിലരൊക്കെ പറയുന്നത് ഈ ഡോക്ടറാവാൻ കുറേ പഠിക്കണം, എത്ര കാലം ഇരുന്ന് പഠിക്കണം എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് 5.5 കൊല്ലം, 3 കൊല്ലം, 3 കൊല്ലം, അപ്പൊ 11.5 കൊല്ലമൊക്കെ ഉണ്ടാവും ഒരു കാർഡിയോളജിസ്റ്റ് ആവണമെങ്കിൽ, ഹാർട്ടിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ സത്യം പറഞ്ഞാൽ അത്ര കോംപ്ലക്സ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. വല്ലാത്തൊരു അൾട്ടിമേറ്റ് ഒരു എന്താ പറയുക, അത്ര ഒരു അടിപൊളി ക്രിയേഷൻ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഓർഗനെ കുറിച്ച് പഠിക്കാൻ, ഒരു കാർഡിയോളജി അതായത് ഹാർട്ടിനെ കുറിച്ച് പഠിക്കാൻ തന്നെ ഒരു മനുഷ്യന് ജസ്റ്റ് 11.5 കൊല്ലം എടുക്കണം. അല്ലെങ്കിൽ ബ്രെയിനിനെ കുറിച്ചാണെങ്കിൽ ന്യൂറോളജിസ്റ്റ് ആയിട്ട് അങ്ങനെ 11.5 കൊല്ലം. ഇനിയിപ്പോൾ കിഡ്നിനെ കുറിച്ച് നെഫ്രോളജിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലങ്ങിനെ കുറിച്ചുള്ള പൾമണോളജിസ്റ്റ് ആണെങ്കിലോ, ഇതിനൊക്കെ എത്ര കാലം എടുക്കണമെന്ന് വെച്ചാൽ അത്ര കോംപ്ലക്സ് ആണ് നമ്മുടെ സാധനങ്ങൾ. നമ്മുടെ ഹ്യൂമൻ ബോഡി പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല, വെരി 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 കോംപ്ലക്സ് സാധനമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. അതായത് അത്ര വൃത്തിക്ക് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരെ കൊണ്ടും പറ്റൂല എന്നുള്ളത്. നിങ്ങളൊരു മനുഷ്യനെ, അതായത് ഒരു ലൈഫിനെ വെച്ചാണ് കളിക്കുന്ന മനുഷ്യന്റെ, അല്ലാതെ ഒരു മെഷീനെ വെച്ചൊന്നുമല്ല. അതായത് ഒരു പാട്ട് മാറി കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അടുത്ത് നിങ്ങളാ ചെയ്യണ സമയത്ത് എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിക്കേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മനുഷ്യനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യത്. അപ്പൊ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു എറർ മതി എന്ത് ആ മനുഷ്യന്റെ ലൈഫ് ആകെ കൊളായിട്ട് ആൾ മരിച്ചു പോകാൻ. ഇപ്പൊ പല കേസസിലും നിങ്ങളിപ്പോ ഒരു സർജനെ വിചാരിച്ചോ, കാർഡിയോ സർജൻ അല്ലെങ്കിൽ ന്യൂറോ സർജനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസ് പറഞ്ഞാൽ 1% ചാൻസ് ഓഫ് ലൈഫ് ഉണ്ടാവുള്ളൂ. അതായത് മരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ജീവിക്കുക ആ ഒരു ഇതിൽ കിടന്നിട്ട് ഒരു ഇങ്ങനെ ആ ഒരു സ്റ്റേറ്റിൽ കിടന്നിട്ട് വരികയാവും നിങ്ങളുടെ അടുത്തേക്ക്. ആ ഒരു ടൈമിൽ നിങ്ങൾ ഒന്ന് കൈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കൈ പതറിയാലോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ കൊടുക്കേണ്ട മെഡിക്കേഷൻസോ ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ സ്പോട്ടിൽ പേഷ്യന്റ് മരിച്ചു പോകും. അങ്ങനത്തെ ഒരു പ്രൊഫഷനാണ് ഇത്. അപ്പൊ ചുരുക്കി പറയാൻ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ ഒരു വൂണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യം നമ്മൾ ഹീൽ ചെയ്തിട്ട് ആളെ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു എന്ന് ഏകദേശം ഉറപ്പിച്ചൊരു സ്റ്റേറ്റ് നാളെ അങ്ങോട്ട് ജീവൻ തിരിച്ചു കൊണ്ടുവരാണ്. അതായത് ഒരു ഗോഡ് ലൈക്ക് ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരു പാർട്ടിലാണ് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവാൻ വന്നാൽ മതി. അതായത് ഒരു ഹ്യൂമൻ ബോഡിക്ക് നമ്മളെ ബോഡിക്ക് തന്നെ നോക്കടാ, നിങ്ങൾ ജനിച്ച ടൈം മുതൽ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ, ടിക് 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 ടിക്.
ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു മസിലാണല്ലോ, കാർഡിയാക് മസിൽ. ഇപ്പൊ നമ്മുടെ ഈ ബൈസെപ്സ് മസിൽ പോലെ നിങ്ങൾ ഒരു ഡമ്പൽ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് പൊക്കി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആകെ നമ്മുടെ മസിൽ കുഴങ്ങൂലേ. ബട്ട് ഹാർട്ട് ഒരു മസിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഹാർട്ട് നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കെടുക്കുമ്പോൾ ഇടിക്കാൻ തുടങ്ങിയതാണ്. ഒരു 60 വയസ്സാ 70 വയസ്സുള്ള മനുഷ്യനെ ആള് മരിക്കണ വരെ അത് ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഞാനിത് അവിടെ തൊടുമ്പോൾ പെട്ടെന്ന് അറിയണു, എൻ്റെ ബ്രെയിനെ സെൻസ് ചെയ്യണു, ഇത് ന്യൂറോണുകൾ ഫയർ ചെയ്ത് ഷിം 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 എന്ന് പറഞ്ഞിട്ട് എന്താണ് ബ്രെയിനിക്ക് അത്യാവശ്യം അത് അത്ര പെട്ടെന്ന് എനിക്ക് അത് തൊടുമ്പോത്തിന് ഞാൻ അറിയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് ഒരു തീ ഉണ്ട് വിചാരിച്ചു, ആ തീ കണ്ട് കൈ പോകുമ്പോൾ അറിയാതെ കൈ തൊട്ടുമ്പോത്തിന് അങ്ങോട്ട് വലിക്കുന്നുണ്ട്, റിഫ്ലക്സ് സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഹ്യൂമൻ ബോഡിന്റെ ഉള്ളിൽ ഈ മെക്കാനിസം നടക്കുന്നത്? അല്ലെങ്കിൽ എന്താണ്, നമ്മളിത് ഓക്സിജൻ വലിക്കണു, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പോകണു, ഫ്രീ ആയിട്ട് ഇത് ഓക്സിജൻ വരുന്നു നമ്മുടെ ബോഡിക്ക്, നമ്മളിതാ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കണു, അത് പ്ലാന്റ്സ് പോയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ആയിട്ട് തിരിച്ച് നമ്മൾ ഓക്സിജൻ വലിക്കണം. അപ്പൊ ഈ ലങ്സ് പോയിട്ട് എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? ഇങ്ങനത്തെ ബോഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഓരോ ന്യൂട്രിയൻസും, ഇപ്പോൾ പ്രോട്ടീൻ കഴിച്ചാൽ അത് അങ്ങനെ ആവുന്നു, കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അത് അങ്ങനെ ആവുന്നു, ഫാറ്റ് കഴിച്ചാൽ അത് അങ്ങനെ ആവുന്നു, മൈക്രോ ന്യൂട്രിയൻസ് കഴിച്ചാൽ അത് അങ്ങനെ ആവുന്നു, ഓരോത്തിനും ഓരോ ഫംഗ്ഷൻ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അത്ഭുതം തോന്നാതിരിക്കടാ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു അൾട്ടിമേറ്റ് ക്രിയേഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങുകയാണ്. അപ്പൊ എന്ത് വേണ്ടി വരും, നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അതിന് ഇങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുക്കും. അതിന് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്, അങ്ങനത്തെ ക്ഷമ ഉള്ളവർ മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുക. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ഈ 11.5 കൊല്ലം ഇങ്ങനെ ഇരുന്ന് പഠിക്കണം എന്നല്ല കേട്ടോ. ഇപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MBBS കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നവരുണ്ട്. MD കയറുമ്പോൾ ഒരു 1 ഇയർ ബ്രേക്ക്, എന്നിട്ട് പോയി ട്രിപ്പിനൊക്കെ അടിച്ച് ജോലിയായിട്ട് വരിക. അല്ലെങ്കിൽ MD കഴിഞ്ഞിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി വീണ്ടും ഒരു 1 ഇയർ വെറുതെ ബ്രേക്ക് എടുക്കുന്നവരുണ്ട്. ഇതേപോലെ ഇങ്ങനെ ട്രിപ്പ് അടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ജോലി അടിച്ച് നടക്കാൻ. അപ്പൊ ഇങ്ങനെ ചില്ലടിച്ചിട്ടും വേണമെങ്കിൽ എന്താ നിങ്ങളെ ലൈഫ് മുന്നോട്ട് പോവുക. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക നിങ്ങളെ മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കും. പിന്നെ അത് മാത്രമല്ലടാ, ദ ലെവൽ ഓഫ് ജോബ് സെക്യൂരിറ്റി. അതായത് നിങ്ങൾ ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ട്, അതും വല്ലാത്തൊരു. അതായത് മനുഷ്യന് ഭൂമിയിലുണ്ടോ ആ കാലത്തോളം ഡിസീസസ് ഉണ്ട്. മനസ്സിലായോ? ഡിസീസസ് ഇപ്പോൾ കൂടിക്കൂടി വരും. അപ്പൊ എല്ലാവരും പുറത്തു പോയുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഡിസീസസ് കൂടിക്കൂടി വരികയാണ്. സോ ഡോക്ടേഴ്സിന് എന്നും ആവശ്യമാണ്. അപ്പൊ പലരും ഇങ്ങനെ ചോദിക്കുന്നത് AI വരുന്നുണ്ടല്ലോ, അപ്പൊ ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യും. എടാ, AI വന്നു കഴിഞ്ഞാൽ ഏത് പ്രൊഫഷനിലായാലും അതങ്ങനെ റീപ്ലേസ് ചെയ്യില്ല. അത് പ്രോപ്പറായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ AI പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ഡോക്ടേഴ്സ് കുറച്ചും കൂടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കും മറ്റേതിലേറെ. ചുരുക്കി പറഞ്ഞാൽ AI ഡോക്ടേഴ്സിന്റെ പണി എളുപ്പമാക്കും. അപ്പൊ AI യൂസ് ചെയ്യാൻ അറിയുന്ന ഡോക്ടേഴ്സിന് എന്താവും, പണി എളുപ്പവും, അവരെ ഈ സ്കോപ്പും ഇതിൽ കൂടും. പിന്നീടാ ഈ ജോബിൽ കിട്ടുന്നത് ലെവൽ ഓഫ് റെസ്പെക്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കടാ, നിങ്ങളൊരു മകനാന്ന് വിചാരിച്ചോ, നിങ്ങൾ ഉമ്മയെ മരിക്കാൻ കിടക്കുകയാണ്, മരിക്കാൻ അങ്ങനെ ആ ഒരു രീതിക്ക് നിങ്ങൾ മരിച്ചു എന്ന് ഉറപ്പിച്ചു, നിങ്ങൾ ഇങ്ങനെ എന്താണ് നമ്മൾ ആംബുലൻസിൽ ഇവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടറെ കണ്ടു. അപ്പൊ ആ ഡോക്ടർ നമ്മൾ എങ്ങനെയാവും കാണാൻ, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് ആവൂലേ? ആ ഒരു ടൈമിൽ നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും പാരന്റ് വിചാരിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിബ്ലിങ്ങോ, നിങ്ങളെ ആ ഒരു മരിച്ചു എന്നുള്ള ഏകദേശം ഉറപ്പിച്ച സ്റ്റേറ്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫൊക്കെ തിരിച്ചു കൊടുത്താൽ എങ്ങനെയാവും നിങ്ങൾ ആ ഡോക്ടറെ കാണുക? അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവൽ ഓഫ് റെസ്പെക്റ്റിലാണ് ഡോക്ടേഴ്സിനെ നിങ്ങൾ കാണുക എന്നുള്ളത്. അതായത് ഈ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ബോ ചെയ്ത് ജസ്റ്റ് കാലിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നവർ വരെ ഉണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വില്ലേജിൽ ഇങ്ങനെ ക്യാമ്പായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിന്റെ പോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്. അതായത് അവിടുത്തെ ഈ വില്ലേജിലത്തെ ലോക്കൽ ആൾക്കാരെ നമ്മൾ തെക്ക് തരുന്ന റെസ്പെക്ട്. ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു 60 വയസ്സായിട്ടുള്ള ഒരു നരച്ച മുടിക്കുള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ആൾ ഇങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ ഈ വൈറ്റ് കോട്ടും ഫോർമൽസും സ്റ്റത്തൊക്കെ ഇട്ടാണ് ഇങ്ങനെ നടക്കല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുത്തെത്തി, ബാക്കി അത്ര കാഴ്ചക്കാരില്ല തോന്നുന്നു. നമ്മളിങ്ങനെ എടുത്തെത്തിയപ്പോൾ അവള് ചോദിച്ചു, നിങ്ങൾ എയിംസത്തെ ഡോക്ടേഴ്സ് ആണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു എയിംസത്തെ ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ആളുണ്ട്, നിങ്ങൾ ഒരു 60-65 വയസ്സായ മനുഷ്യനാണ്. അയാൾ കസാരിന്നാണ് എണീച്ചിട്ട് ഡോക്ടർ സാബ് നിങ്ങൾ ഇരിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു റെസ്പെക്ട്. അതാണ് നിങ്ങൾക്ക് ഈ ഡോക്ടർ എന്നുള്ള ജോലി നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളത്. ബട്ട് ഇതൊക്കെ നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് എത്ര വൃത്തിക്ക് പഠിച്ചു എന്നുള്ളതാട്ടോ. ഇപ്പൊ പലരും ഉണ്ട് ഈ MBBS ടൈമിലും ഒക്കെ എങ്ങനെയാണ് ഈ ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര മൂഞ്ചി അങ്ങനെ ജസ്റ്റ് പാസ്വേഡൊക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് നോളേജ് ഒന്നും ഇല്ലാതെ ഡോക്ടേഴ്സ് ആണ് അവർ. അങ്ങനെ ഡോക്ടറായി കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ അത്ര സ്കിൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ കുറയും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക്
ഇങ്ങനെയൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് എൻജോയ്മെന്റ് വരും. ഇതിനെക്കുറിച്ചൊക്കെ ഈ ഒരു അൾട്ടിമേറ്റ് ക്രിയേഷൻ, അതായത് നമ്മളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രസം വരുന്നുണ്ട്. പിന്നെ ഈ വൈറ്റ് കോട്ടും സ്റ്റെത്തൊക്കെ ഇട്ട് കാണുമ്പോൾ ആയിരുന്നിട്ട് ആ ഡോക്ടേഴ്സ് ഇങ്ങനെ ഇരുന്നിട്ട് ആ ക്യാബിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ പേഷ്യൻസ് മരുന്ന് ഇത് കൊടുത്ത് അവരിങ്ങനെ ഹീൽ ചെയ്ത് എന്നിട്ട് ആ പേഷ്യൻസിന്റെ മുഖത്ത് കാണുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പോരെ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ ഫീൽഡാണ്. ഇനിയിപ്പോൾ ഡോക്ടറായി എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം, നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ഫോക്കസ് ചെയ്യാതെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഹോബീസും എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു നല്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കയറിയാൽ അവിടെ എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് അങ്ങനെ ഫിറ്റ്നസ് ഫീൽഡ് പോകണമെങ്കിൽ അങ്ങനെ പോവാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ സ്റ്റാർട്ടപ്പിനെ സ്കെയിൽ ചെയ്ത് തുടങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്കലാണ് ഇൻട്രസ്റ്റ്, പാട്ട് പാടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണോ താല്പര്യമുണ്ടെങ്കിൽ അതങ്ങനെ അടിപൊളിയാക്കി കൊണ്ടുവരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഫിനാൻസിനെ കുറിച്ച് പഠിക്കണം, അങ്ങനെ പഠിക്കുക. അതായത് സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി, മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനത്തെ ഫിനാൻഷ്യൽ നോളേജ് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കുക. അതേപോലെ നിങ്ങളൊരു ഇങ്ങനെ കുറെ ട്രിപ്പൊക്കെ പോകണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ അങ്ങനെ പോവാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞാൽ നമ്മൾ ഡൽഹി ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ രാത്രി ഒരു ബസ് കയറിയാൽ രാവിലെ എത്താണ്ട ദൂരത്താണ് ഈ ഹിമാചൽ, ഷിംല, മണാലി അങ്ങനത്തെ ഹിമാചലിലുള്ള ഉത്തരാഖണ്ഡ്, പിന്നെന്താണ് പഞ്ചാബ്, പിന്നെ കാശ്മീർ, ഇതൊക്കെ ഇവിടെ അങ്ങനെ അത്ര അടുത്തുള്ള സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് ട്രിപ്പ് അടിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഓരോ ഹോബീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 4 കൊല്ലം MBBS ഉണ്ടല്ലോ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് സൈഡായിട്ട് ഏൺ ചെയ്തും തുടങ്ങാം. അതായത് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോളേജ് ടൈമിൽ മോണിറ്റൈസ് ചെയ്യുക. സോ നിങ്ങൾ ഈ പൈസന്റെ കാര്യം ഓർത്തിട്ടോ ഒന്നും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്കൊരു നല്ലൊരു അടിപൊളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പിന്നെ അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങനെ പോയിക്കോളും. അപ്പോൾ ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താണ്ടെങ്കിലോ ഒക്കെ എന്താണ് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. പിന്നെ ഇനി എന്താണ് നിങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടന്റ് ആവശ്യമുള്ളത് എന്നുള്ളതും പറഞ്ഞോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.